വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എംഎൽഎമാരെല്ലാം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനമാണിത്. മോഹൻലാലിന് ആദരം, അതാണ് ഈ പത്രസമ്മേളനത്തിന് ടൈറ്റിൽ. ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി മലയാള സിനിമയുടെയും കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിനെ കേരള സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് ഈ പത്രസമ്മേളനം വിളിച്ചത്. വാനോളം മലയാളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന മഹനീയമായ ചടങ്ങ് സെപ്റ്റംബർ 4 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും. കേരളത്തിൻ്റെ സ്നേഹവും ആദരവും ശ്രീ മോഹൻലാലിനെ അറിയിക്കുന്ന ഈ വേദിയിൽ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കും. സിനിമാ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെ ക്ഷണിക്കാനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ മധുപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ മറ്റ് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് ഒന്നുകൂടി ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യും. എന്തായാലും ബഹുമാന്യായ ശ്രീ വി ശിവൻകുട്ടി, ബഹുമാന്യായ ശ്രീ GR അനിൽ, മറ്റ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. 100 വർഷം തികയുന്ന മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ അനുപമമായ കലാജീവിതം 50 വർഷത്തിലേക്ക് കടക്കുകയാണ്. കലാമൂല്യത്തിനും വ്യാവസായികമായും മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച മോഹൻലാലിനോട് ഈ നാടിൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്ന ചടങ്ങാണ് ലാൽസലാം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഈ പരിപാടി. 5 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ അനശ്വര കഥാപാത്രങ്ങളിലൂടെ ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളുടെ മുൻനിരയിൽ സ്ഥാനം നേടിയ കലാകാരനാണ് മോഹൻലാൽ. വിവിധ ഭാഷകളിലായി 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ നടന വിസ്മയമായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട്. 2023 ഫാൽക്കെ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായിരിക്കുന്നത്. അടൂർ ഗോപാലിന് ശേഷം ഈ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീ മോഹൻലാൽ. ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണ്. ആദരിക്കൽ ചടങ്ങിനെ തുടർന്ന് സംവിധായകൻ TK രാജകുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം ആടാം നമുക്ക് പാടാം, മോഹൻലാൽ സിനിമയിലെ മോഹൻലാലിനൊപ്പം നായികമാരായി അഭിനയിച്ച നടിമാരും ആ സിനിമകളിലൊക്കെ പാടിയ ഗായികമാരും ചേർന്നാണ് രംഗാവിഷ്കാരം ആടാം നമുക്ക് പാടാം എന്ന പരിപാടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. മോഹൻലാലിനായിട്ടുള്ള സംഗീത അർച്ചനയാണ് ആടാം നമുക്ക് പാടാം. ഗായികമാരായ സുജാത മോഹൻ, ശ്വേത മോഹൻ, സിത്താര, ആര്യ ദയാൽ, മഞ്ജരി, ജോസ്ന, മൃദുല വാര്യർ, നിത്യ മാമൻ, സയനോര, രാജലക്ഷ്മി, കൽപ്പന രാഘവേന്ദ്രു, രമി ടോമി, ദിശ പ്രകാശ് എന്നിവർ ഇപ്പോൾ തന്നെ ഈ ഹൃദ്യമായ പരിപാടിയിൽ നേരിട്ടെത്തി പാടുന്നുണ്ട്. ദാസേട്ടൻ്റെയും ചിത്രയുടെയും 2 പേരും വിദേശത്താണ്. അവർ പാടുന്നതിന് വേണ്ടി നേരിട്ട് വഴിയാത്ത സാഹചര്യത്തിൽ അവരുടെ വീഡിയോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ ഗാനത്തിന് മുമ്പായി മോഹൻലാൽ സിനിമകളിലെ നായികമാരായ ഒട്ടേറെ കലാകാരികളുണ്ട്. അവരെ പലരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ശോഭന അതുപോലുള്ള ആളുകളെല്ലാം ഉറപ്പായിട്ടുണ്ട്. ലക്ഷ്മി ഗോപാലസ്വാമി അടക്കം ഉറപ്പായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇന്നും നാളെയുമായി ഫൈനലൈസ് ചെയ്യും. അവരെ ആണ് ഈ പാട്ടുകൾക്ക് മുമ്പായി ഓരോ ഗാനത്തിനെ സംബന്ധിച്ചുള്ള അവതരണം നടത്തുന്നത്. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും മോഹൻലാൽ നൽകിയ മഹത്തായ സംഭാവനകളെ രാജ്യം അംഗീകരിച്ചതിനുള്ള അഭിമാനമാണ് ഈ ആദരിക്കൽ ചടങ്ങ്. ശ്രീ മോഹൻലാലിനുള്ള കേരളത്തിൻ്റെ സ്നേഹാദരം കൂടിയാണിത്. വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കണക്കിലെടുത്ത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുവാൻ എല്ലാവരും
തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു ലോഗോ ഇവിടെ നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവിടെ പങ്കെടുക്കുന്നവർക്കെല്ലാം ഈ പരിപാടി കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്.